പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. BM തൂക്കുപാലവും ടൂറിസം മേഖലയും DTPC നഗരസഭയ്ക്ക് കൈമാറി. ഇനി വികസനമെന്ന് ചെയർമാൻ. ഏറെക്കാലത്തെ തർക്കങ്ങൾക്കൊടുവിൽ DTPC പൊന്നാനി നഗരസഭയ്ക്ക് രേഖകൾ കൈമാറി. പൊന്നാനി BM ടൂറിസം മേഖലയിലെ തൂക്കുപാലവും അനുബന്ധ മേഖലയുമാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നഗരസഭയ്ക്ക് കൈമാറിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികളാണ് നഗരസഭാ ചെയർമാന് രേഖകൾ കൈമാറിയത്. പുളിക്കക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷനും അതിനോടനുബന്ധിച്ചുള്ള തൂക്കുപാലവും വളരെ കാലത്തിന് ശേഷം പൊന്നാനി നഗരസഭയ്ക്ക് തിരിച്ചേൽപ്പിക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ചുമതലപ്പെട്ടിട്ടുള്ള ശ്രീ വിപിൻ ചന്ദ്ര നഗരസഭാ സെക്രട്ടറിക്ക് ആസ്തി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പരസ്പരം കൈമാറുന്ന രീതിയിലാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുള്ളത്. തൂക്കുപാലത്തിലും അതിന് അടിയന്തരമായിട്ടുള്ള ചില അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യം വന്നതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലായിരുന്നു. അത് അവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആസ്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. തൂക്കുപാലത്തിന് നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി അത് യാത്രാ സൗകര്യമൊരുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നല്ല രീതിയിലുള്ള പൊന്നാനിയെ തന്നെ ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഈ പുളിക്കക്കടവും BM കായൽ ടൂറിസം പ്രദേശവും മാറ്റുന്നതിനുള്ള പ്രൊജക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ DPR സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൈമാറ്റം ചെയ്തതോടുകൂടി അത് സാധ്യതപ്രായമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ടൂറിസം DTPCക്ക് കൈമാറിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു BM കായൽ പ്രദേശവും അതേപോലെ പുളിക്കക്കടവ് തൂക്കുപാലവും. അതുപ്രകാരം 2011 കാലഘട്ടങ്ങളിൽ പുളിക്കക്കടവ് തൂക്കുപാലം പദ്ധതിയും അതേപോലെ തന്നെ ടൂറിസം പദ്ധതിയും അവിടെ വരികയും പിന്നീട് ഈ കഴിഞ്ഞ വർഷം ഈ സ്ഥലം സർവേ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ആ സ്ഥലം ഇറിഗേഷൻ വകുപ്പിൻ്റെതല്ല എന്നും അത് മുനിസിപ്പൽ പുറമ്പോക്കാണെന്ന് സർവേയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ പദ്ധതി അവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 2 കോടിയോടെയുള്ള പദ്ധതികൾക്ക് ബിൽഡിംഗ് നമ്പറും മറ്റ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ലഭ്യമാകാത്തതിൻ്റെ ഒരു നിയമതടസ്സത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മീറ്റിംഗ് കൂടുകയും സർക്കാർ തലത്തിൽ ഈ പദ്ധതി പ്രദേശം മുനിസിപ്പാലിറ്റിക്ക് ഏറ്റെടുക്കുകയും, കാരണം സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ തന്നെയാണ്. അപ്പോൾ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് അവിടെ ടൂറിസം പദ്ധതികൾ ചേർന്നിട്ടുള്ള പ്രദേശം തിരിച്ചേൽപ്പിക്കുകയും ഭാവിയിൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉൾപ്പെടുത്തിയിട്ട് ആ പദ്ധതി പ്രദേശം നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി ഇന്നോടെ ചെയ്തിട്ടുള്ളത്. നഗരസഭയുടെ അധീനതയിലില്ലാത്ത സ്ഥലമായതിനാൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഏറെ പരിമിതികളുണ്ടായിരുന്നു. ഇതുമൂലം തന്നെ ഏറെ ടൂറിസം സാധ്യതയുള്ള BM കായലോരത്ത് വികസന പ്രവർത്തനങ്ങളും നടക്കാറില്ല. 1 വർഷത്തിലേറെയായി BM തൂക്കുപാലം അപകടാവസ്ഥയിൽ നിലനിൽക്കുകയാണ്. എന്നാൽ ഇത് അറ്റകുറ്റപ്പണി നടത്താൻ നഗരസഭ ഇതുവരെ തയ്യാറാകുകയും ചെയ്തില്ല. നഗരസഭയുടെ അധീനതയിലല്ല എന്നായിരുന്നു നഗരസഭയുടെ വിശദീകരണം. ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഇനി ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ഈ പ്രദേശത്തേക്കുള്ള റോഡിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചു.